ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൾ അവന്റെ ചുണ്ടുകളെ നുണഞ്ഞു. പെട്ടെന്ന് അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. അവളെ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. അവൾ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. അവൾ അവനിൽ നിന്നും ചുണ്ടുകൾ വേർപ്പെടുത്തി. അവനൊന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവളെ നോക്കി ചിരിച്ചു. അവൾ പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവന്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. ആദിയേട്ടാ, അവൾ അവനെ വിളിച്ചുകൊണ്ട് തള്ളി മാറ്റാൻ ശ്രമിച്ചു. എന്തേ, പേടിയുണ്ടോ? അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചു. മോനുണരും. അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ നല്ല ഉറക്കവാ ശിവ, ഇപ്പോഴൊന്നും എഴുന്നേൽക്കില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ ചുണ്ടിന്റെ അടുത്തേക്ക് ചുണ്ടടുപ്പിച്ചതും അവൾ പെട്ടെന്ന് അവന്റെ വാ പൊത്തിപ്പിടിച്ചു. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളും അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവൻ അവളുടെ കൈ പതിയെ മാറ്റി. വെറുതെ അനങ്ങാതെ കിടന്ന് എന്നെ തട്ടി ഉണർത്തി പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പൊ വേണ്ടെന്ന് പറയുന്നത് എന്തിനാ ശിവ? അവൻ പ്രണയത്തോടെ കുസൃതിയോടെ ചോദിച്ചു. അത് ഞാൻ വെറുതെ തമാശയ്ക്ക്. അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷെ ഞാൻ സീരിയസ് ആയിരുന്നു ശിവ, അവൻ ചിരിയോടെ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പിന്നെ അവളിൽ നിന്നും മാറിക്കിടന്നു. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഉറങ്ങിക്കോ, അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. എന്തു പറ്റി ആദിയേട്ടാ? അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു. നീ രാവിലെ മുതൽ ഇവന്റെ പുറകെ കിടന്ന് ഓടുമല്ലേ? നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ തോന്നി. മാത്രമല്ല നിന്റെ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഉറങ്ങിക്കോ, അവൻ പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ചു. ദേഷ്യമായി ആദിയേട്ടാ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്തിന്? നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പെണ്ണേ? ഇതൊക്കെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാ. അല്ലാതെ ഒരാൾക്ക് മാത്രം താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല. നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഇതല്ല, ഉറക്കമാണ്. അതുകൊണ്ട് എൻ്റെ ശിവ സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. പിന്നെ അവൻ്റെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കിടന്നു. തൻ്റെ ശിവയെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. കാശി തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ പ്രണയിച്ചും താലോലിച്ചും ഒക്കെ നടന്നു. ശിവയുടെയും ആദിയുടെയും ജീവിതം പിന്നെ ധ്രുവിൽവായിരുന്നു. അവൻ്റെ പുറകെ ഓടാനേ ശിവയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അതിൻ്റെ ഇടവേളകളിൽ ആദിയുടെ പ്രണയവും അവൾ അറിഞ്ഞു. ധ്യാനെ സ്നേഹിക്കാൻ ആളുകൾ കൂടുതലായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും കാശിയച്ഛനും പാറു അമ്മയും ചുറ്റിനും ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കുറച്ച് കൊഞ്ചലോടെ തന്നെയാണ് വളർന്നത്. അവനെ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചുകൊണ്ടിരുന്നതും പാറു തന്നെയായിരുന്നു. അതുകൊണ്ട് അവന് ലച്ചുവിനേക്കാൾ ഇഷ്ടവും അവളോടായിരുന്നു. അവൻ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ ചെറിയൊരു കൊട്ടൊക്കെ ലച്ചു കൊടുക്കും. പക്ഷെ നേരെ മറിച്ച് പാറു അത് കാണുകയാണെങ്കിൽ അവനെ തല്ലാൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ട് അവൻ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളോട് മാത്രമായിരുന്നു. കാശി പോലും അവളെ അധികം സ്നേഹിക്കുന്നത് അവൻ ഇഷ്ടമല്ല. അതുപോലെ ഒരു ബോണ്ടിങ് ആയിരുന്നു അവളും അവനും തമ്മിൽ. കുറച്ച് ദിവസങ്ങൾക്കും 2 മാസങ്ങൾക്കും ശേഷമുള്ള ഒരു ദിവസം കാശി രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടും പാറു അതേ കിടപ്പ് കിടക്കുകയായിരുന്നു. സാധാരണ കാശിയുടെ സാന്നിധ്യം അവളുടെ അടുത്തു നിന്നും ഒന്ന് മാറിയാൽ ഉടനെ കണ്ണു തുറക്കുന്ന പാറു ഇന്ന് അവൻ മാറി അത്രയും സമയം കഴിഞ്ഞിട്ടും ഉണരാതെ തന്നെ കിടക്കുകയായിരുന്നു. അത് കണ്ടതും കാശി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ കൈവച്ച് അവൾക്ക് പനിയുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് ചൂടോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പാറുക്കുട്ട, അവൾ ഉണരാഞ്ഞതും അവൻ അവളെ തട്ടി വിളിച്ചു. അവൾ ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ കണ്ണുകൾ തുറന്നു. എന്താ പാറു, എന്തു പറ്റി? മോള് സാധാരണ ഇങ്ങനെ കിടന്ന് ഉറങ്ങാറില്ലല്ലോ. നിനക്കെന്തെങ്കിലും വയ്യായികയോ മറ്റോ ഉണ്ടോ? അവൻ സംശയത്തോടെ അവളുടെ നെറുകയിൽ തലോടി. എന്താണെന്ന് അറിയില്ല കാശിയേട്ടാ, വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നുണ്ട്. അവൾ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ നോക്കി മറുപടി പറഞ്ഞു. മോളുടെ മുഖത്തും നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോയി നല്ല ചൂട് ചായ കൊണ്ടുവന്ന് തരാം. അത് കുടിച്ചു കഴിയുമ്പോൾ എല്ലാ ക്ഷീണവും മാറും. മോള് പോയി മുഖമൊക്കെ കഴുകി വാ, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയതും കാശി അടുക്കളയിലേക്കാണ് പോയത്. അവൻ അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ലച്ചു ചായ ഇട്ട് എല്ലാവരുടെയും കപ്പിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ചെന്നൊരു കപ്പ് ചായ എടുത്തു. അത് പാറുവിൻ്റെ കപ്പായേട്ടാ, ദേ ഏട്ടന് ചായ. അവന് വേണ്ടിയിട്ടാണ് അവൻ ചായ എടുക്കുന്നതെന്ന് തോന്നിയതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇത് പാറുവിനാ മോളെ. അവൻ തിരികെ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൾ ബെഡ് കോഫി കുടിക്കാറില്ലല്ലോ കാശിയേട്ടാ. സാധാരണ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അവൾ ചായ കുടിക്കുന്നത്. അവൾ തിരികെ സംശയത്തോടെ വീണ്ടും അവനോട് പറഞ്ഞു. അവൾക്ക് എന്തോ ഒരു ക്ഷീണം പോലെ മോളെ. ചായ കുടിച്ചിട്ട് കുറച്ചു നേരം കൂടി അവളെ കിടക്കട്ടെ എന്ന് കരുതി. അവൻ തിരികെ പറഞ്ഞു. അത് ഞാൻ ഏട്ടനോട് പറയാനിരിക്കുകയായിരുന്നു. ഇന്നലെ മുതൽ അവൾക്ക് എന്തോ ഒരു ക്ഷീണം പോലെ. ഇന്നലെ ഉച്ചയ്ക്ക് അവൾ ചോറ് കഴിച്ചില്ല. കാശിയേട്ടനും അനന്തേട്ടനും ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ കുറേ നിർബന്ധിച്ചതാ. ഏട്ടനോട് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും അവൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല. അവൾക്ക് കഴിക്കാനൊന്നും തോന്നുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ വൈകിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉച്ചക്കലത്തെ കാര്യം പറയാൻ വിട്ടുപോയി.
പനിയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോഴത്തെ പനിയല്ലേ, ചിലപ്പോൾ ചൂടൊന്നും കാണണമെന്നില്ല. രാവിലത്തെ ഫുഡ് കഴിപ്പിച്ചതിന് ശേഷം എന്തായാലും ഏട്ടൻ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചേക്ക്. അവൾ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. അവൻ ചായയുമായിട്ട് റൂമിലേക്ക് നടന്നു. അവൻ റൂമിലേക്ക് ചെന്നതും പാറു വീണ്ടും കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് കാശിക്ക് തോന്നി. ലച്ചു പറഞ്ഞതുപോലെ തന്നെ അവൻ അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ തീരുമാനിച്ചു. പാറു ആദ്യം ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും കാശിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റെഡിയായിട്ട് ഇറങ്ങി. പനിയുടെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഡോക്ടർ അവളെ പരിശോധിച്ചതിന് ശേഷം അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു. എത്ര ദിവസമായി ഇങ്ങനെ ക്ഷീണമൊക്കെ തോന്നാൻ തുടങ്ങിയിട്ട്? ഡോക്ടർ സംശയത്തോടെ അവളോട് ചോദിച്ചു. 2 ദിവസമായി, അവൾ മറുപടി പറഞ്ഞു. ഇതാരാ? അയാൾ അവളുടെ കണ്ണിൽ പിടിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡാ. അവൾ അയാളെ നോക്കി പറഞ്ഞതും അയാൾ സംശയത്തോടെ കാശിയെ നോക്കി. സോറി, ഞാൻ കരുതി ചിന്മയി കുട്ടിയായിരിക്കുമെന്ന്. എത്ര വയസ്സുണ്ട്? അയാൾ പാറുവിനെ നോക്കി സംശയത്തോട് ചോദിച്ചു. 21 കഴിഞ്ഞു, അവൾ അയാളെ നോക്കി പറഞ്ഞു. മാരേജ് കഴിഞ്ഞതേ ഉള്ളോ? അയാൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു. അല്ല, 4 വർഷമായി. അവൾ അയാളെ നോക്കി വീണ്ടും മറുപടി പറഞ്ഞു. ഞാൻ എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റിനൊന്ന് എഴുതി തരാം. പനിയുടെ ലക്ഷണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ കുട്ടിക്ക് നല്ല ക്ഷീണവും വിളർച്ചയൊക്കെ ഉണ്ട്. ഒന്ന് കൺഫേം ചെയ്തേക്ക്. ഞാൻ ഗൈനക്കോളജിസ്റ്റിന് റെഫർ ചെയ്യാം. റിസൾട്ടായിട്ട് അവളെ ചെന്നൊന്ന് കണ്ടേക്ക്. അയാൾ പറഞ്ഞതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി. പാറുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ ഒരു കൈ വയറിലേക്ക് നീണ്ടു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് കാശിയുടെ മുഖത്തേക്ക് നോക്കിയതും കാശി അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. പിന്നെ അയാളെ നോക്കി യാത്ര പറഞ്ഞിട്ട് അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. പ്രഗ്നൻസി ടെസ്റ്റിന് കൊടുത്തതിന് ശേഷം റിസൾട്ടിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരുന്നു. പാറു തൻ്റെ അടുത്തിരിക്കുന്ന കാശിയുടെ തോളിലേക്ക് ചാഞ്ഞു. പാറു, അവൻ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു. അവന് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞിനെ അവർക്കിടയിൽ അവർ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരാൾ കൂടി അവരുടെ ഇടയിലേക്ക് കടന്നു വരുമെന്ന് അവർ കരുതിയിരുന്നില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവർ രണ്ടുപേരും. വാവ വരാനായിരിക്കും അല്ലേ കാശിയേട്ടാ? അവൻ വിളിക്കുന്നത് കേട്ടതും അവൾ അവൻ്റെ തോളിൽ നിന്നും തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അറിയില്ല കുഞ്ഞാ, നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ അവളുടെ തലയിൽ തലോടി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ചിന്മയി, ഒരു സിസ്റ്റർ വന്ന് വിളിച്ചതും അവർ രണ്ടുപേരും എഴുന്നേറ്റു. പിന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇരിക്ക്. അവരെ രണ്ടുപേരെ നോക്കിക്കൊണ്ട് ഡോക്ടറായിട്ടുള്ള ഒരു സ്ത്രീ ചിരിയോടെ പറഞ്ഞതും അവർ രണ്ടുപേരും അവിടേക്കിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അവർ അവരെ രണ്ടുപേരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ, കാശി സംശയത്തോടെ അവരെ നോക്കി വിളിച്ചു. ചിന്മയി പ്രഗ്നൻ്റ് ആണ്. അവർ പുഞ്ചിരിച്ചുകൊണ്ട് കാശിയെ നോക്കി മറുപടി പറഞ്ഞു. അത് കേട്ടതും പാറു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും പരിസരം പോലും മറന്ന് കാശി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഒന്നുമില്ല, എൻ്റെ കുഞ്ഞ് ഒരമ്മയും കാശിയേട്ടൻ ഒരച്ഛനും ആകാൻ പോവാ. അവൻ സന്തോഷത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈ ചുറ്റി അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ആ ഡോക്ടർ ഒരു ചെറുചിരിയോടെ നോക്കി കാണുകയായിരുന്നു. കാശി അവളെ സ്നേഹിക്കുന്നത് കണ്ട് അവരുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം തോന്നി. അവൻ ഒന്നുകൂടി അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചതിന് ശേഷം ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെപ്പോലെ ഇത്രയും എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു ദമ്പതികളെ കാണുന്നത്. ശരിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളുടെ ഈ പരസ്പരമുള്ള കരുതലും സ്നേഹമൊക്കെ കണ്ടിട്ട്. എന്നിങ്ങനെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഐ എം പ്രൗഡ് ഓഫ് യു. അവർ പുഞ്ചിരിയോടെ തന്നെ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു. അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആള് കുറച്ച് വീക്കാണ്. സാരമില്ല, ഞാൻ കുറച്ച് ടാബ്ലറ്റ് മറ്റും എഴുതി തരാം. അതൊക്കെ മുടങ്ങാതെ കഴിക്കണം കേട്ടോ. പിന്നെ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം, അതുപോലെ വെള്ളവും കുടിക്കണം. കുഞ്ഞ് വളരണമെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ആഹാരവും മറ്റും ലഭിച്ചേ പറ്റുള്ളൂ. നമ്മൾ അമ്മമാർ കഴിക്കുന്ന ആഹാരമാണ് കുഞ്ഞിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ ഭക്ഷണം കഴിച്ചെങ്കിലേ പറ്റൂ. ചിലപ്പോൾ ആഹാരത്തിന് ടേസ്റ്റ് ഒന്നും തോന്നിയില്ല എന്ന് വരാം. ചിലതിൻ്റെ മണം അടിക്കുമ്പോൾ ഛർദ്ദിച്ചു എന്നും വരാം. എന്നാലും ആഹാരം കഴിക്കാതിരിക്കരുത്. കാശിനാഥന് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? എത്ര വേണ്ടെന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചിരിക്കണം. അവർ പറഞ്ഞതും കാശി അവരെ നോക്കി തലയാട്ടി. അവർ പ്രഗ്നൻസി ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും മറ്റും അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഡോക്ടറിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി. കാശി അവൾക്ക് വേണ്ടുന്ന ടാബ്ലറ്റും മറ്റും വാങ്ങിച്ചു കൊണ്ടുവന്ന് കാറിലേക്ക് കയറി. പാറു അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കാറിലേക്ക് കയറിയിട്ട് അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ മോളെ? അവൾ അവനെ തന്നെ നോക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടതും അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു. എന്താ കുഞ്ഞാ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് തലോടി. ഒരുപാട് സന്തോഷം തോന്നി കാശിയേട്ടാ. കാശിയേട്ടൻ്റെ പാറു ഒരമ്മയാകാൻ പോവല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് സ്വയം വയറ്റിൽ കൈവച്ചു പറഞ്ഞു. പാറുക്കുട്ടി അമ്മയായാലും നീ എപ്പോഴും കാശിയേട്ടൻ്റെ കുഞ്ഞല്ലേടി? അവൻ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. പാറുവിൻ്റെ വിശേഷം അറിഞ്ഞ് ആദിയും ശിവയും ധ്രുവും വന്നിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പാറുക്കുട്ടി ഒരു അമ്മയാകാൻ പോവുക അല്ലേ? ശിവ അവൾക്ക് ഒരു കവർ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ ചിരിച്ചു. ധ്രുവേ വാ.
അവൾ ധ്രുവിനെ അവളുടെ അടുത്തേക്ക് വിളിച്ചു. അവൾ വിളിച്ചതും അവൻ ഓടിച്ചെന്ന് അവളുടെ മടിയിലേക്ക് കയറി. ധ്രുവ, ദേ പാറുവമ്മയുടെ മടിയിൽ അങ്ങനെ ഇനി ചാടി കയറിയൊന്നും ഇരിക്കരുത് കേട്ടോ, ശിവ അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പാറുവമ്മയുടെ വയറ്റിൽ ഒരു വാവയുണ്ട്, അതുകൊണ്ട് അങ്ങനെ കയറി ഇരിക്കല്ലേ, വാവയ്ക്ക് വേദനിക്കും, ശിവ അവനെ നോക്കി പറഞ്ഞതും അവനാണോ എന്നുള്ള അർത്ഥത്തിൽ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുവാവയുണ്ട് ധ്രുവ, അവൾ പറഞ്ഞതും അവൻ അവൻ്റെ കുഞ്ഞു കൈകൾ അവളുടെ വയറ്റിലേക്ക് വെച്ചു. എൻ്റെ വാവയുണ്ടോ? പാറു ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ വാപ്പൊത്തി ചിരിക്കാൻ തുടങ്ങി. പാറു അവൻ്റെ കവളിൽ ചിരിയോടെ ചുണ്ടുകൾ ചേർത്തു. ധ്യാൻ എവിടെ ലച്ചുവെച്ചി? ധ്യാനിനെ പുറത്തേക്ക് കാണാഞ്ഞതും പാറു സംശയത്തോടെ ലച്ചുവിനെ നോക്കി. അവനിതുവരെ എഴുന്നേറ്റിട്ടില്ല, എഴുന്നേറ്റെങ്കിൽ എപ്പോഴേ നിന്നെ ചോദിച്ചുകൊണ്ട് വന്നേനെ, ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാരു അമ്മേ. പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു കുഞ്ഞു ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീണ്ടു. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഇറങ്ങി വരുന്ന ധ്യാനിനെയാണ് എല്ലാവരും കണ്ടത്. പാറുവിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ധ്യാൻ കാണുന്നത് പാറുവിൻ്റെ മടിയിലിരിക്കുന്ന ധ്രുവിനെയാണ്. അത് കണ്ടതും അവൻ്റെ ചുണ്ടുകൾ ചുളുങ്ങി. അവൻ പെട്ടെന്ന് ഓടി വന്ന് പാറുവിൻ്റെ മടിയിലിരിക്കുന്ന ധ്രുവിനെ കൈകൊണ്ടൊന്ന് അടിച്ചു. അയ്യോ ധ്യാനെ, എന്താ മോനെ കാണിച്ചത്? പാറു ധ്രുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ധ്യാനിനെ നോക്കി പറഞ്ഞു. അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ധ്രുവാണെങ്കിൽ കരയാനും തുടങ്ങി. പെട്ടെന്ന് ലച്ചു ഓടി വന്ന് ധ്യാനിനെ എടുത്തു. പിന്നെ അവൻ്റെ കയ്യിൽ ദേഷ്യത്തോടെ ചെറുതായി ഒരു തട്ട് കൊടുത്തു. എന്താ ധ്യാൻ ഇപ്പോൾ കാണിച്ചത്? കുഞ്ഞിനെന്തിനാ അടിച്ചത്? ലച്ചു ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ലച്ചു വെച്ച് വേണ്ട, കുഞ്ഞിനെ അടിക്കാതെ. അവനെ അടിക്കുന്നത് കണ്ടതും പാറുവിന് വിഷമം വന്നു. അപ്പോഴേക്കും ശിവ വന്ന് ധ്രുവിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. നീയാ പാറു ഇവനെ കൊഞ്ചിച്ചിങ്ങനെ വഷളാക്കുന്നത്? നല്ല അടി കൊടുക്കാത്തതിൻ്റെ കുഴപ്പമാണ് അവന്. ധ്രുവ നിന്റെ മടിയിലിരുന്നെന്നും പറഞ്ഞെന്താ? കുട്ടികളായാൽ ഇത്രയും വാശിയൊന്നും പാടില്ല, ലച്ചു അവനെ നോക്കി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചുണ്ടുകൾ ചുളുക്കി അവൻ കരയാൻ ആരംഭിച്ചിരുന്നു. അത് കണ്ടതും പാറുവിന് സഹിച്ചില്ല. അവൾ ഉടനെ ലച്ചുവിൻ്റെ കയ്യിൽ നിന്നും ധ്യാനിനെ വാങ്ങി. പിന്നെ അവനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അവൻ അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചെയ്തതും ലച്ചുവിന് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒരു വശത്ത് അവൻ ധ്രുവിനെ അടിച്ചതിൻ്റെ ദേഷ്യവും വിഷമവും ആയിരുന്നുവെങ്കിൽ മറുവശത്ത് അവൾക്ക് ധ്യാനിനെ തല്ലേണ്ടി വന്നതിൻ്റെ വിഷമമായിരുന്നു. അവൾ ഡൈനിങ് ടേബിളിലേക്ക് തലവെച്ചിരുന്നു. ലച്ചു, നീ ഇങ്ങനെ വിഷമിക്കാതെ, കുഴപ്പമൊന്നുമില്ല, അവൻ കുഞ്ഞല്ലേ, അവൻ എന്തറിയാം, ശിവ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സോറി ശിവ, അവന് വേണ്ടി സോറി, ലച്ചു ദയനീയമായി പറഞ്ഞു. അതൊന്നും സാരമില്ല ലച്ചു, കുട്ടികളായാലും ഇങ്ങനെയൊക്കെ തന്നെയാ, ഒരു പ്രായം വരെ അടിയും പിടിയും, വളരുമ്പോൾ എല്ലാം മാറിക്കോളും, നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് വിഷമിക്കാതെ, ശിവ അവളെ സമാധാനപ്പെടുത്തി. എല്ലാവരും അവളോട് വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു. അനന്തനും കാശിയും ആദ്യമൊക്കെ ഈ വഴക്കും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇവിടുന്ന് പോയ അമ്മയും മോനും എവിടെ? കാശി ചിരിയോടെ ചോദിച്ചു. അപ്പോഴേക്കും പാറുവും ധ്യാനും കൂടി അങ്ങോട്ടേക്ക് വന്നു. ധ്യാൻകുട്ട, ധ്രുവിനോട് അമ്മ പറഞ്ഞത് പറഞ്ഞേ. പാറു അവനെ നോക്കി പറഞ്ഞതും ധ്യാൻ ധ്രുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ചോറി, അവൻ ധ്രുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ്റെ കവളിൽ അവൻ ചുണ്ടുകൾ ചേർത്തതും ധ്രുവ് ചിരിച്ചു. അമ്മയോട് പറ. പാറു അവനെ നോക്കി വീണ്ടും പറഞ്ഞതും അവൻ ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ കണ്ടതും ലച്ചു അവനെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി അവൻ്റെ മുഖം മുഴുവൻ ചുണ്ടുകൾ ചേർത്തിരുന്നു. ചോറി അമ്മ, അവൻ പറഞ്ഞു. എല്ലാവരും അവരുടെ നിമിഷങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാശി പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇപ്പോഴേ കുട്ടികളെ മെരുക്കാൻ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ, അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കളിയും ചിരിയും സന്തോഷവും ഒക്കെയായിട്ട് ആ ദിവസം കടന്നുപോയി. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. പാറു കാശിയുടെ അടുത്ത് ഒന്നും കൂടി കൊഞ്ചാനും വാശി കാണിക്കാനും ഒക്കെ തുടങ്ങി. കാശിക്ക് അതൊക്കെ സന്തോഷം തന്നെയായിരുന്നു. അവൾ അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അവനും അവളെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പ്രണയിച്ചു. ധ്യാൻ എന്നും വന്ന് അവളുടെ വയറ്റിൽ കൈയും ചെവിയും ഒക്കെ വെച്ച് നോക്കും. വാവ അനങ്ങുന്നുണ്ടോ, എന്നാ വാവ പുറത്തേക്ക് വരുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു അവന്. ശിവയും ആദിയും ധ്രുവും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരും. കാശിയാണെങ്കിൽ അവളെ ഇടവും വലവും വിടാതെ പ്രണയിച്ചു. അവൾക്ക് സമയത്തിന് ആഹാരം കൊടുക്കുന്നതും മരുന്നെടുത്ത് കൊടുക്കുന്നതും ഒക്കെ അവൻ തന്നെയായിരുന്നു. ഇന്നാണ് പാറുവിൻ്റെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് ഇരിക്കുകയാണ് കാശിയും പാറു. ഇതിപ്പോൾ രണ്ടുപേർക്കും ഇരട്ടി സന്തോഷമാണല്ലോ. സ്കാനിങ് റിപ്പോർട്ട് നോക്കിയതിന് ശേഷം ഡോക്ടർ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവർ സംശയത്തോടെ ഡോക്ടറെ നോക്കി. ട്വിൻസാ, 2 വാവന്മാരുണ്ട്, ഡോക്ടർ ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും പാറു കാശിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. കാശിയേട്ടാ, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി വിളിച്ചു. ഡോക്ടർ സത്യമാണോ പറഞ്ഞത്? ഞങ്ങൾക്ക് 2 വാവന്മാരാണോ? അവൻ സംശയത്തോടെ തന്നെ അവരോട് ചോദിച്ചു. അതെ, 2 പേരുണ്ട്. ഇനിയിപ്പോൾ എന്ത് വേണം, 2 പേർക്കും ഇരട്ടി സന്തോഷമല്ലേ കിട്ടാൻ പോകുന്നത്? അവർ ചിരിയോടെ അവരെ 2 പേരെയും നോക്കി പറഞ്ഞു. ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നം? കാശി സംശയത്തോടെ അവരോട് ചോദിച്ചു. ഏയ്, പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല. നല്ലതുപോലെ കെയർ ചെയ്യണം. അറിയാലോ, 2 പേരാ വയറ്റിലുള്ളത്, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കെയറിങ് നമ്മൾ കൊടുക്കണം. ഡോക്ടർ പറഞ്ഞുകൊണ്ട് കുറച്ച് മരുന്നും മറ്റും അവൾക്ക് എഴുതി കൊടുത്തു. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ അവർ ആ സന്തോഷം ആദ്യം അനന്തനെയൊക്കെ വിളിച്ചറിയിച്ചു. കാശിയേട്ടാ, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി.
ഞാൻ കാണുന്നത് സ്വപ്നമാണോ? ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് 2 വാവന്മാർ വരുവാണെന്ന്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്നല്ലേ മോളെ പറയാ? അതുപോലെ നമുക്ക് വേണ്ടി ദൈവം തന്നതാ ഈ 2 വാവന്മാരെ. അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. കാശിയേട്ടാ, അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവൾ കുറുമ്പോടെ അവനെ നോക്കി വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. ഇനി കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി കാശിയേട്ടാ, 2 വാവന്മാരെ കിട്ടിയില്ലേ? അപ്പോ അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോ അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചു. അപ്പോൾ ഇനി 2 തവണ കൂടി ട്രൈ ചെയ്താൽ മതിയെന്ന് അവൾ ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി. പക്ഷേ എനിക്ക് ഈ കഷ്ടപ്പാട് ഇഷ്ടമാണെങ്കിലോ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി. അതെനിക്കറിയാം. അവൾ ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. എന്നാലും എൻ്റെ കാശി, താമസിച്ചാണെങ്കിലും നീ ഇമാതിരി ട്രൈ നടത്തുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അനന്തൻ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി. പോടാ, ശരിക്കും ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോടാ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ 2 പേരും ഒന്നിച്ചു വരുന്നു. അതിലും വലിയ സന്തോഷം എന്താണ് ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാൻ പോകുന്നത്? അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാശി, അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അനന്തൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. കാശിയേട്ടാ, എന്തിനാ കരയുന്നേ? അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന പാറു കാണുന്നത് കണ്ണുകൾ തുടയ്ക്കുന്ന കാശിയാണ്. അത് കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല കുഞ്ഞാ. അതും പറഞ്ഞ് അവൻ അവളെ തൻ്റെ മടിയിലേക്ക് ഇരുത്തി. കാശിയേട്ടാ, എന്താ പറ്റിയേ? അവൻ്റെ മുഖം കണ്ട് അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു. താങ്ക് യു പാറുക്കുട്ട. അതും പറഞ്ഞ് അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു. എന്തിനാ കാശിയേട്ടാ? എൻ്റെ തുടുപ്പിനെ എനിക്ക് തരാൻ പോകുന്നതിന്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് താങ്ക്സ് ഒന്നും പോരാ, അവൾ കുറുമ്പോടെ പറഞ്ഞു. പിന്നെ എന്താ എൻ്റെ കുഞ്ഞിന് വേണ്ടുന്നത്? എനിക്ക് വൈകിട്ട് ബിരിയാണി വാങ്ങിത്തരണം. അവൾ ചിരിച്ചു. അത്രേ ഉള്ളോ? എൻ്റെ കുഞ്ഞിന് എത്ര ബിരിയാണി വേണം? കാശിയേട്ടൻ വാങ്ങിത്തരാം. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു.